രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിപ്പെട്ട പെൺകുട്ടിയെ സൈബറിടത്ത് അധിക്ഷേപിച്ചതിന് KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർക്കെതിരെ കേസ്. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കനാണ് കേസിൽ ഒന്നാം പ്രതി. അഞ്ചാം പ്രതിയായ രാഹുൽ ഈശ്വറിനെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫോൺ പോലീസ് പിടിച്ചെടുത്തു. അതിജീവിതയുടെ വ്യക്തിവിവരം വെളിപ്പെടുത്തി എന്നാണ് കേസ്. കേസിന്റെ വിവരങ്ങളുമായി VS അനു, എയർ ക്യാമ്പിൽ നിന്ന് ഹാൻസ് ജോൺ എന്നിവർ ചേരുകയാണ്. ആദ്യം അനുവിലേക്ക്. അനു, ഇപ്പോൾ 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നതല്ലേ? വലിയ സൈബർ അധിക്ഷേപം ഈ അതിജീവിത നേരിടുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഏതൊക്കെ പ്രവർത്തികളുടെ പേരിലാണ്? ഈ മറ്റു പ്രതികളെ, ഇപ്പോൾ രാഹുൽ ഈശ്വർ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത്. മറ്റു പ്രതികളെ എപ്പോഴായിരിക്കും പോലീസ് കസ്റ്റഡിയിലെടുക്കുക? ലക്ഷ്മി, ഇന്നലെ നമ്മൾ ഏകദേശം ഇത് കഴിഞ്ഞ ഒരു 6:30 കൂടിയാണ് ഇന്നലെ നമ്മൾ വൈകിട്ടൊരു വാർത്ത നൽകിയത്. ലക്ഷ്മി തന്നെയായിരുന്നു ആ സമയത്തെ ആങ്കർ. അതായത് ആ സമയത്ത് ഈ പറയുന്ന പെൺകുട്ടിക്ക് നേരെ എന്തൊരു സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നത്. കാരണം ഒരു പരാതി പറഞ്ഞ രാജ്യത്തെ നിയമവ്യവസ്ഥയെ വിശ്വസിച്ച് പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു പരാതിക്കാരിയെ, ഒരു അതിജീവിതയെ, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അവരെ ഈ പറയുന്ന സൈബർ വെട്ടുകിളികൾക്ക് ആക്രമിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്ത 2 പ്രധാനപ്പെട്ട ആളുകളാണ് രാഹുൽ ഈശ്വറും അതുകൂടാതെ തന്നെ KPCCയുടെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഈ പറയുന്ന സന്ദീപ് വാര്യറും. ഏതായാലും ഇവരെയൊക്കെ പ്രതിയാക്കിക്കൊണ്ട് ആദ്യ നടപടി പോലീസ് എടുത്തിരിക്കുന്നു. ഇതിൽ ആദ്യ കസ്റ്റഡി രാഹുൽ ഈശ്വറിന്റെ പോലീസ് തിരുവനന്തപുരം സൈബർ പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ കേസിലെ 4ാമത്തെ പ്രതിയാണ് രാഹുൽ ഈശ്വർ. ഇതുകൂടാതെ മറ്റ് 5ാമത്തെ പ്രതിയായി സന്ദീപ് വാര്യറുണ്ട്. 1ാം പ്രതി രഞ്ജിത പുളിക്കനാണ്. അതായത് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രഞ്ജിത പുളിക്കനാണ് ഈ കേസിലെ 1ാം പ്രതി. 2ാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അവർ സുപ്രീം കോടതിയിൽ അടക്കം അഭിഭാഷകയായ ദീപ ജോസഫ്. 3ാം പ്രതി മറ്റൊരു ദീപ ജോസഫ്. 4ാം പ്രതി ഈ പറയുന്ന രാഹുൽ ഈശ്വർ. 5ാം പ്രതി സന്ദീപ് വാര്യർ. ഇങ്ങനെ 5 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഭാരതീയ ന്യായ സംഹിതയിലെ 72, 79, 351 1, 351 2 എന്നീ വകുപ്പുകളും IT ആക്ടിന്റെ 43ഉം 66ഉം, അതായത് ഏറ്റവും പ്രധാനമായി പരാതിക്കാരിയുടെ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തുക, സ്ത്രീത്വത്തെ അപമാനിക്കുക അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഈ പ്രതികൾക്കെതിരെ ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു നടപടി വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകേണ്ടിയിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അതൊരു പരാതിയായി വരുന്ന ഒരു യുവതിയോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, അവരുടെ ഐഡന്റിറ്റിയെ പുറത്താക്കുക എന്ന് മാത്രമല്ല, പല ഗ്രൂപ്പുകളിലും നിങ്ങൾ ഈ പടം ഇടണം, എന്നിട്ട് മറ്റൊരു കമന്റ് കൊടുക്കണം എന്നടക്കം പറഞ്ഞുകൊണ്ട് ഇവരെ വ്യക്തിഗതമായി ആക്രമിക്കുക എന്നൊരൊറ്റ അജണ്ട ഈ പറയുന്ന രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുകൂല ഗ്രൂപ്പുകൾ എത്ര നീചമായിട്ടാണ് അത് പ്രവർത്തിച്ചത് എന്ന് നമ്മൾ ഇന്നലെ ആ വാർത്ത നൽകിയതാണ്. ഏതായാലും അതിൻ്റെ ഒരു ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നു. ആദ്യ കസ്റ്റഡി രാഹുൽ ഈശ്വറിനെ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് രാഹുൽ ഈശ്വറിൻ്റെ ഫ്ളാറ്റിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹാൻഡ്സ് നിൽക്കുന്ന നന്ദാവനം എയർ ക്യാമ്പിൽ രാഹുലിനെ ചോദ്യം ചെയ്ത് വരികയാണ് ലക്ഷ്മി. ശരി അനു, എയർ ക്യാമ്പിൽ നിന്ന് ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, എപ്പോഴാണ് ഈ രാഹുൽ ഈശ്വറെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്? ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുകയാണോ? അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ? വിവരങ്ങൾ എന്താണ് എയർ ക്യാമ്പിൽ നിന്നുള്ള? ലക്ഷ്മി, വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് രാഹുൽ നേരിട്ട് AR ക്യാമ്പിലേക്ക് എത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ പൗടിക്കോണത്തുള്ള രാഹുലിൻ്റെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തുകയും അദ്ദേഹത്തോട് ചോദ്യം ചെയ്യാനായി കൂടെ വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്യാത്ത പശ്ചാത്തലത്തിൽ തൻ്റെ വാഹനത്തിൽ, സ്വന്തം വാഹനത്തിൽ വന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ വൈഫും ദീപയും ഒരുമിച്ച് ഈ നന്ദാവനം AR ക്യാമ്പിലേക്ക് വരികയായിരുന്നു. അതിനുശേഷം രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ്. അതിന് പിന്നാലെ രാഹുലിൻ്റെ ഭാര്യ ദീപ ഇവിടെ നിന്നും ഈ AR ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോകുകയും ചെയ്തു. നിലവിൽ രാഹുലിനെ ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചോദ്യം ചെയ്യൽ ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടിട്ടുമുണ്ട്. നേരത്തെ അനു പറഞ്ഞതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിട്ടുള്ള ആളുകളിൽ ഒരാളാണ് രാഹുൽ ഈശ്വർ. ഇതിനോടകം തന്നെ 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വറിനെ ചേർത്തിരിക്കുന്നത്. 4 പേർക്കെതിരെ ആദ്യം കേസെടുക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്ന വിവരം. പക്ഷേ പിന്നീട് അത് 5 അക്കൗണ്ടുകളിലേക്ക് പോയി. 5
ഫേസ്ബുക്ക് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെയാണ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യർ, അദ്ദേഹം 4ാം പ്രതിയാണ് ഈ കേസിലെ. രാഹുൽ ഈശ്വർ 5ാം പ്രതി. രാഹുൽ ഈശ്വറും തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെയുമാണ് ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലും അതിനോടൊപ്പം തന്നെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുമുള്ള വ്യാപകമായ രീതിയിലുള്ള പോസ്റ്റുകൾ പങ്കുവച്ചത്. ഒപ്പം തന്നെ 1ാം പ്രതിയായിട്ടുള്ള രഞ്ജിത പുളിക്കൻ, നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ന്യൂസ് മലയാളം ഈ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ രീതിയിൽ ഉള്ള രാഹുലിനെതിരെയുള്ള പരാതി ഉയർന്നിരുന്നു. അത് ആദ്യഘട്ടത്തിൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സജനയാണ് ആദ്യഘട്ടത്തിൽ പരാതി നൽകിയത്. ഒരു സാമൂഹ്യ മാധ്യമത്തിലൂടെ രാഹുലിനെതിരെ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയും പിന്നീട് ഹൈക്കമാൻഡിനടക്കം പരാതി നൽകുന്ന ഒരു പശ്ചാത്തലമൊക്കെ സജനയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നീട് സജനയ്ക്കെതിരെയും